ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനുട്ടി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് കഥയിലേക്ക് പോകാല്ലേ? ഇന്നൊരു പുതിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പേര് ദേവിക. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന 40കാരിയാണ് ഞാൻ. 40 വയസ്സായിന്ന് പറഞ്ഞാൽ ആരും പെട്ടെന്ന് വിശ്വസിക്കില്ല. കാരണം അത്രത്തോളം എന്റെ ശരീരത്തെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടിട്ടും എന്നിൽ നിന്ന് വിട പറയാത്ത യൗവനവും ഒട്ടുമുടയാത്ത അങ്കവടിവും ഇന്നും എനിക്ക് സ്വന്തമായുണ്ട്. കണ്ണാടിക്കു മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും പ്രായം വെറുമൊരക്കമാണെന്ന്. 20-ാം വയസ്സിലായിരുന്നു എന്റെ വിവാഹം കഴിഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങളുമായി തുടങ്ങിയ ജീവിതം 21-ാം വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതോടെ ജീവിതം പൂർണ്ണമായെന്ന് ഞാൻ കരുതി. പക്ഷേ 5 വർഷത്തെ കുടുംബജീവിതം എനിക്ക് തന്നത് മുറിവുകൾ മാത്രമായിരുന്നു. ദാമ്പത്യബന്ധത്തിലെ സ്വരക്കേടുകൾ അപ്പോഴേക്കും തിരുത്താനാവാത്ത വിധം വളർന്നിരുന്നു. സ്നേഹമില്ലാത്ത വെറും യാന്ത്രികമായ ഒരു ബന്ധത്തിൽ തുടരാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. രാത്രികളിൽ ഇരയുടെ മേൽ ചാടിവീണ് ബലാത്കാരമായി ഇണചേരാനുള്ള പുരുഷന്റെ സ്വാർത്ഥത മാത്രമായിരുന്നു ആ ദാമ്പത്യം. ഒടുവിൽ വേർപിരിയലിന്റെ വക്കിലെത്തി. ആ 4 വയസ്സുകാരൻ മകനുമായി തനിയെ പുതിയൊരു ജീവിതത്തിന് തുടക്കമിടേണ്ടതായി വന്നു എനിക്ക്. ഒരുപാട് കരഞ്ഞ നാളുകളായിരുന്നു അത്. എങ്കിലും ഞാൻ തളർന്നില്ല. ആഗ്രഹിച്ചിരുന്ന LLB പഠിത്തം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ പൂർത്തിയാക്കി. പരിചയക്കാരുടെ സഹായത്തോടെ ആലപ്പുഴയിൽ തന്നെ എനിക്ക് ഒരു പ്രമുഖ സ്ഥാപനത്തിൽ കൺസൾട്ടന്റായി ജോലിയും ലഭിച്ചു. അങ്ങനെ വീണ്ടും ജീവിതം പച്ചപിടിച്ചു തുടങ്ങുകയായിരുന്നു. കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടായി. ഇപ്പോൾ സ്വന്തമായിട്ടൊരു നല്ല വീടും കാറുമൊക്കെയുണ്ടെനിക്ക്. തിരുവനന്തപുരത്തെ ഒരു ശാന്തമായ സ്ഥലത്താണ് ഞാൻ വീട് വെച്ചത്. ഞാനും എന്റെ അർജുനുമടങ്ങുന്ന എന്റെ ചെറിയ മനോഹരമായ കുടുംബം. അതെ, എന്റെ അർജുൻ. അവനെന്റെ വളർത്തുമോനല്ല, അവനെന്റെ സ്വന്തം പൊന്നുമോൻ തന്നെയാണ്. ആദ്യ പ്രസവത്തിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട എനിക്ക് എങ്ങുനിന്നോ ദൈവങ്ങൾ കൊണ്ടെത്തിച്ച എന്റെ ജീവന്റെ പാതി. അന്ന് നടന്ന ആ സംഭവങ്ങൾ ഞാനങ്ങനെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഓർത്താൽ എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. മഴ തകർത്തു പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു അത്. ഒരേ സമയം പ്രസവം കാത്തുകിടന്ന 2 പേർ. ഞാനും പിന്നെ ആരോരുമില്ലാത്തവളായ ഏതോ ഒരു പെൺകുട്ടിയും. എന്റെ അതേ ഡേറ്റിലെ എന്നോടൊപ്പം അവളും അഡ്മിറ്റായത് ഒരുപക്ഷെ വിധിയുടെ വിളയാട്ടമാവാം. അങ്ങനെ ഒരേ ദിവസം ഒരേ സമയം നടന്ന പ്രസവത്തിൽ ഒരാൾക്ക് കുഞ്ഞിനെ നഷ്ടമായി. അതെ, എന്റെ കുഞ്ഞ് മരിച്ചുപോയി. മറുവശത്ത് ഒരു കുഞ്ഞിന് അവന്റെ അമ്മയെയും നഷ്ടമായി. കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ ആ പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ആരോരുമില്ലാത്ത ആ പെൺകുട്ടിയുടെ കുഞ്ഞിനെ അവളുടെ മരണശേഷം സർക്കാർ സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അനാഥാലയത്തിലേക്ക് കൊടുക്കേണ്ട എന്ന് അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രി അധികൃതർ തീരുമാനിച്ചു. അവരുടെ മനസ്സിലുദിച്ച ചെറിയൊരു തിരുമറിയിലാണ് എന്റെ അർജുൻ ഇന്നെന്റെ സ്വന്തം മോനായത്. ഒന്നോർത്താൽ അന്ന് ആ തിരുമറി നടത്തിയത് എല്ലാവരുടെയും നല്ലതിനായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഡിപ്രഷനിൽ ഒരു ഭ്രാന്തിയായി പോകുമായിരുന്ന ഞാനെന്ന അമ്മയും സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട് അനാഥാലയങ്ങളുടെ ഏതെങ്കിലും ഇരുണ്ട മൂലകളിൽ കഴിയേണ്ടിവരുമായിരുന്ന എന്റെ അർജുൻ എന്ന മകനും ഒരിക്കലും ഒന്നിക്കില്ലായിരുന്നു. അതെല്ലാം വളരെ പിന്നീടാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നഴ്സിൽ നിന്ന് ഞാൻ അറിയുന്നത്. ആ സത്യം അറിഞ്ഞപ്പോഴേക്കും അവൻ എന്റെ പൊന്നുമോൻ തന്നെയായി മാറിയിരുന്നു. പിന്നീട് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും അവൻ മാത്രമായിരുന്നു. അവന്റെ ഓരോ കൊഞ്ചലിലും ഓരോ ചുവടുവെപ്പിലും ഞാൻ അമ്മയെന്ന നിലയിൽ ചാരിതാർത്ഥ്യം കണ്ടെത്തി. അവനെ ഒരു കുറവും അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. ഇന്ന് പക്ഷേ എന്റെ അർജുൻ എന്റെ മകൻ മാത്രമല്ല, എന്റെ കാമുകനോ ഭർത്താവോ മറ്റെന്തെല്ലാമോ ആയി അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ രതിസ്വപ്നങ്ങളിലെ നായകനായി അവൻ മാറുന്നത് ഞാൻ ഭയത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. എനിക്ക് പൂർണ്ണ സംതൃപ്തി തരുന്ന പുരുഷനായി എന്റെ മനസ്സ് അവനെ കാണുന്നു. ആർത്തവചക്രം തെറ്റി വയറിൽ ഒരു പുതുജീവൻ ഉണർന്നാലും എനിക്കതിൽ സന്തോഷമേയുള്ളൂ എന്നുവരെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്രയ്ക്ക് ജീവനാണ്, ഭ്രാന്തമായ സ്നേഹമാണ് എനിക്കെന്റെ അർജുനോട്. എങ്ങനെ അതെല്ലാം ആയി എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം തരാൻ എനിക്കാവില്ല. ഒരു രാത്രികൊണ്ടുണ്ടായ സംഭവമൊന്നുമല്ല ഇത്. ഞാൻ പോലും അറിയാതെ, അവനും ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ ഒരവസ്ഥാന്തരമായിരുന്നു അത്. ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം എന്റെ ജീവിതം ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു. എന്നുമുണ്ടാകാറുള്ള വഴക്കുകളില്ലാതെ, മാനസിക സംഘർഷങ്ങളില്ലാതെ, രാത്രികളിൽ പുരുഷന്റെ കടന്നുകയറ്റങ്ങളില്ലാതെയുള്ള സമാധാനം നിറഞ്ഞ ജീവിതം. എന്റെ മുൻകാല അനുഭവങ്ങളുടെ ചൂടിലാവാം മറ്റൊരു പുരുഷനോടും എനിക്ക് പ്രത്യേകിച്ചൊരു താൽപ്പര്യം തോന്നിയിരുന്നില്ല. പ്രായം എന്റെ ശരീരത്തിൽ കാര്യമായ കേടുപാടുകൾ ഒന്നും തന്നെ വരുത്തിയിരുന്നില്ല. എന്റെ അംഗസൗഷ്ഠവവും മാദകത്വവും എന്നെ ഇപ്പോഴും ഒരു ആകർഷണ വസ്തുവാക്കി നിർത്തിയിരുന്നു. പുറത്തിറങ്ങിയാൽ കാമാർത്തി നിറഞ്ഞ ആണുങ്ങളുടെ നോട്ടങ്ങൾ എനിക്ക് പരിചിതമായിരുന്നു. എന്നാൽ അവയൊന്നും എന്റെ ഉറക്കം കെടുത്തിയിരുന്നില്ല. അന്നുവരെ സമാധാനത്തോടെ ഞാൻ ഉറങ്ങി. എന്നാൽ 35 വയസ്സ് കടന്നപ്പോഴാണ് എന്നിൽ ഒരു സ്ത്രീയുടെ വികാരങ്ങൾ വീണ്ടും തളിരിട്ടു തുടങ്ങിയതെന്ന് പറയാം. ആ ഇടയ്ക്ക് എനിക്ക് വല്ലാത്ത ആസക്തി അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു.
വിവാഹമോചനത്തിനു ശേഷം ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത പോലെ ഒരു പുരുഷന്റെ ചൂടേൽക്കാൻ അടങ്ങാത്ത ദാഹം. ഉറക്കം വരാത്ത രാത്രികളായിരുന്നു പലതും. തനിയെ ആ വലിയ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുരുളുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു എനിക്ക്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം പാരവശ്യം. ശരീരം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരവസ്ഥ. വിയർപ്പുകണങ്ങൾ നെറ്റിയിൽ പൊടിയും. അങ്ങനെയുള്ള രാത്രികളിൽ ഞാൻ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ അഞ്ജലിയെ വിളിക്കുമായിരുന്നു. ഞാനും അവളും ഒരേ ലോ ഫേമിലാണ് ജോലി ചെയ്യുന്നത്. എരിവും പുളിയുമുള്ള വർത്തമാനം പറയാൻ അവൾ മിടുക്കിയായിരുന്നു. അവൾ പറയുന്ന ചൂടൻ കഥകൾ കേട്ട് വികാരം കൊണ്ട് എപ്പോഴോ ഉറക്കത്തിന്റെ മടിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു എന്റെ പതിവ്. അന്നും പതിവ് തെറ്റിക്കാതെ ഞാനും എന്റെ അർജുനും അത്താഴം കഴിച്ച ശേഷം സംസാരിച്ചിരുന്നു. അവന് കോളേജിലെ വിശേഷങ്ങൾ പറയാൻ 100 നാവാണ്. അവൻ സംസാരിക്കുമ്പോൾ ഞാൻ ആ ചുണ്ടുകളിലേക്കും വിടർന്ന നെഞ്ചിലേക്കും അറിയാതെ നോക്കി നിന്നുപോകും. വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം ഞാൻ എന്റെ മുറിയിലേക്ക് വന്നു. കഥകടച്ച് ഞാൻ വിശദമായിട്ടൊന്ന് കുളിച്ചു. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീഴുമ്പോഴും ഉള്ളിലെ ചൂട് അടങ്ങുന്നില്ല എന്ന് എനിക്ക് തോന്നി. ആണിനെ മോഹിപ്പിക്കുന്ന വയലറ്റ് പൂക്കളുള്ള സുതാര്യമായൊരു സ്ലീവ്ലെസ് നൈറ്റിയാണ് ഞാൻ അന്ന് ധരിച്ചത്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ നൈറ്റിക്കുള്ളിലൂടെ എന്റെ സ്വർണ്ണനിറമുള്ള ശരീരത്തിന്റെ വടിവുകൾ എനിക്ക് തന്നെ കാണാമായിരുന്നു. മുടി തോർത്തി അഴിച്ചിട്ടുകൊണ്ട് ഞാൻ അഞ്ജലിക്ക് ഫോൺ ചെയ്യാനൊരുങ്ങി. അഞ്ജലിയോട് ചൂടൻ കൊച്ചുവർത്തമാനം പറയാൻ അന്ന് വല്ലാതെ എന്റെ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് ചെവിയിൽ കുത്തിയ ശേഷം ഞാൻ ബെഡിലേക്ക് കമഴ്ന്നു കിടന്നു. ആ 4 ചുവരുകൾ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുടെ സാമ്രാജ്യത്തിന്റെ വേലിയാണ്. ഈ ചുവരുകൾ എനിക്ക് എന്റെ മോഹങ്ങളെ മറ്റാരും കാണാതെ പൂർണ്ണ സംരക്ഷണം നൽകുന്നവയാണ്. ഫോൺ റിംഗ് ചെയ്യുന്ന നേരം സ്വയം ചുണ്ടുകടിച്ച് അനുഭൂതികൾ ഏറ്റുവാങ്ങി ഉള്ളിൽ ഓരോരോ സങ്കൽപ്പങ്ങൾ വിരിയിച്ചുകൊണ്ടിരുന്നു ഞാൻ. പതിവില്ലാതെ എന്റെ ഉള്ള് വല്ലാത്ത കുളിരണിയുന്ന പോലെ എനിക്ക് തോന്നി. അതിന്റെ കാരണം എനിക്കപ്പോൾ മനസ്സിലായതുമില്ല. ആളില്ലാ തോണിക്ക് തുണപോലെ തുഴയാൻ കാലം എനിക്കൊരു വഞ്ചിക്കാരനെ തരില്ലയോ എന്നോർത്തുകൊണ്ട് എന്റെ ഉള്ളം കഴിഞ്ഞ കുറച്ചു വർഷമായി ഇങ്ങനെ പിടയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഹായ് ആന്റി. ഫോണിൽ അങ്ങേ തലക്കൽ പ്രതീക്ഷിച്ച സ്വരമല്ലാത്തതിനാൽ എന്റെ കരങ്ങളൊന്ന് സ്തംഭിച്ചു. മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. അത് മാളവികയായിരുന്നു. അഞ്ജലിയുടെ മകൾ. മാളവിക മോളെ, അമ്മ എവിടെ? ഞാൻ ചോദിച്ചു. ഓ ആന്റി, എന്നോടൊന്നും സംസാരിക്കില്ലല്ലോ അല്ലേ? അവൾ എന്നോട് കുശുമ്പുകൊണ്ട് ചോദിച്ചു. അവൾക്കിത് പതിവാണ്. ഒരു കൊച്ചു കാന്താരിയാണവൾ. ആളൊരു പൊടി സുന്ദരിയാണ്. അവളുടെ അമ്മ അഞ്ജലിയെപ്പോലെ തന്നെ വളരെ ബോൾഡാണ്. എടാ അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേയുള്ളൂ. പിന്നെ മോളോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വേഗം അവളെ പാട്ടിലാക്കാൻ ഒരു ശ്രമം നടത്തി. എന്താ ആന്റി? മോളെ, ഇവിടെ ടാറ്റു ചെയ്യുന്ന നല്ല ഷോപ്പ് എവിടെയാണ്? ഞാൻ ചോദിച്ചു. ആർക്ക ടാറ്റു? ആന്റിക്കാണോ? അവളുടെ അതിശയോക്തി കലർന്ന മറുപടി എനിക്ക് ചിരി വരുത്തിച്ചു. അതെ, ഞാൻ അല്പം നാണത്തോടെ പറഞ്ഞു. ടൗണിലൊരു ഷോപ്പുണ്ട്. ക്ലാസ്സിലെ ചില കുട്ടികളൊക്കെ അവിടെയാണ് ചെയ്യാൻ പോകാറുള്ളത്. ഞാൻ ചോദിച്ചിട്ട് പറയാം ആന്റിയോട്. പെട്ടെന്നെന്തേ ഒരു ടാറ്റു ചെയ്യാൻ മോഹം? അവൾ വിടാൻ ഭാവമില്ലായിരുന്നു. പെട്ടെന്നല്ല, കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു. ആഹാ, ആന്റിയുടെ ചെമ്പകപ്പൂ നിറത്തിനും കരിനീല കണ്ണഴകിനും ടാറ്റു സൂപ്പറായിരിക്കും. അതിന് കാണുന്നിടത്തൊന്നുമായിരിക്കില്ലല്ലോ അല്ലേ ആന്റി അടിക്കുന്നത്? അവൾ കളിയാക്കി. അല്ല കൊച്ചേ, ഞാൻ ചുണ്ട് കടിച്ചുകൊണ്ട് ചിരിച്ചു. ഓ ശരി ശരി ശരി. അമ്മ കുളിക്കുക. സത്യം പറയണ്ടേ, നിങ്ങൾ രണ്ടാളും രാത്രിയായാൽ എന്തോ വേണ്ടാത്തതല്ലേ സംസാരിക്കുന്നേ? അവൾ ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എന്താ നീ പറഞ്ഞേ? എനിക്ക് സത്യത്തിൽ ദേഷ്യം വന്നിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്നത് ഇവൾ കേൾക്കാറുണ്ടോ എന്ന് കുടുങ്ങിയോ എന്ന ഭീതിയുമുണ്ടായിരുന്നു. ഒന്നുമില്ല, ആന്റി ചുമ്മാ പറഞ്ഞതാ. എവിടെ ആന്റിയുടെ പുന്നാരമോൻ അർജുൻ? അവൻ അവിടെ എന്തു ചെയ്യുക? അവൾ വിഷയം മാറ്റി. അവനിവിടെ പഠിക്കുക. മോൾക്ക് പഠിക്കാനൊന്നുമില്ലേ? സീരീസ് എക്സാം ഉടനുണ്ടെന്ന് പറഞ്ഞല്ലോ. അവനുണ്ടേ. ഫോൺ വന്നപ്പോൾ ഞാൻ സ്റ്റഡി റൂമിൽ നിന്ന് വന്നെടുത്തന്നേയുള്ളൂ. പിന്നെ അർജുനോട് ഞാൻ അന്വേഷണം പറഞ്ഞൂന്ന് പറയണേ ആന്റി. എന്തിനാ? നിങ്ങൾ രണ്ടും ക്ലാസ്സിൽ എന്നും കാണുന്നതല്ലേ? ഞാൻ ചോദിച്ചു. ആണ്, എന്നാലും ചുമ്മാ. ചുള്ളനല്ലേ ആന്റിയുടെ മോൻ? അവളുടെ കൊഞ്ചലും കൊഴയിലും ഇച്ചിരി കൂടുതലാണെന്നെനിക്ക് അറിയാഞ്ഞിട്ടല്ല. അർജുനോട് അവൾക്ക് ചെറിയൊരു ക്രഷുണ്ട്. എന്നാലും എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് പെൺകുഞ്ഞില്ലാത്തതുകൊണ്ടുമാവാം ആ ഇഷ്ടം. ഏട്ടി കാന്താരി, നീ പോയി അമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ശരി ശരി. ഞാനായിട്ട് നിങ്ങളുടെ പതിവ് കലാപരിപാടിയൊന്നും മുടക്കണ്ട. പിന്നെ ആന്റി ഭയങ്കര പ്രൊട്ടക്റ്റീവായതുകൊണ്ടാണ് അർജുൻ പെൺകുട്ടികളെ തിരിഞ്ഞു നോക്കാത്തയെന്നൊക്കെ കോളേജിൽ ഗോസിപ്പുണ്ട് കേട്ടോ. ആള് ക്ലാസ്സിൽ ഫുട്ബോൾ ചാമ്പ്യനായിട്ടും ഇത്രയും ഹാൻസം ലുക്കുണ്ടായിട്ടും ആളൊരു അമ്മക്കുട്ടിയാണെന്ന ഞങ്ങൾ ക്ലാസ്സിൽ സുന്ദരികുട്ടികൾ അവൻ അറിയാതെ വിളിക്കുന്നേ. പിന്നെ ഇതൊന്നും അവനോട് പറയാൻ നിൽക്കണ്ടട്ടോ. ദേ അമ്മ വന്നു ഫോണിങ് താടി മാളവിക. അങ്ങേ തലക്കൽ അഞ്ജലി ഫോൺ മേടിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ദേവിക. അഞ്ജലിയുടെ ശബ്ദം കേട്ടു. എന്താടി മാളവിക പറഞ്ഞേ? അർജുൻ മോനെ കോളേജിലെ പെമ്പിള്ളേര് അമ്മക്കുട്ടി എന്നാണ് കളിയാക്കുന്നത് പോലും. അവളുമാരെ എന്റെ മോൻ തിരിഞ്ഞു നോക്കാത്തതിന് ഞാൻ ഓവർ പ്രൊട്ടക്റ്റീവാണത്രേ. ഞാൻ പരിഭവിച്ചു. നമ്മുടെ അർജുൻ മോനോ? അവനിതെങ്ങാനും കേട്ടാലുണ്ടല്ലോ,
പറഞ്ഞവരെ നല്ല ഈ ടീ കിട്ടുമെന്ന് ഇവളമാർക്കറിയില്ലേ? അഞ്ജലി ചിരിച്ചു. പിന്നെ ആ പറഞ്ഞതിൽ ഇച്ചിരി കാര്യമില്ലാതില്ല ദേവികെ. എന്ത്? നിനക്ക് നിന്റെ മോൻ എന്നുവെച്ചാൽ അത്രയും കെയർ ഉള്ളതുകൊണ്ടല്ലേ അവനെ ഹോസ്റ്റലിൽ നിർത്താതെ നീ ആലപ്പുഴയിൽ നിന്ന് ജോലി ട്രാൻസ്ഫർ മേടിച്ചിട്ട് തിരുവനന്തപുരത്ത് ഈ വീട് മേടിച്ചത്? അവനെ പിരിയാൻ വയ്യാത്തകൊണ്ടല്ലേടി? അഞ്ജലി ചോദിച്ചു. പിന്നെ എനിക്ക് ആരാണുള്ളത്? എന്നാലും അവനോട് ആരെയും പ്രേമിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവനെന്തായാലും ഉശിരുള്ള ആൺകുട്ടിയാണ്. ഇന്നാള് കോളേജിലൊരുത്തനെ ഇടിച്ചിട്ട് പോലും. മാളവികയാണ് പറഞ്ഞേ, അതും അവനേക്കാളും തടിയുള്ള പയ്യനെ. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ നഖം കടിച്ചു കിടന്നു. എന്റെ ഉള്ളിൽ ഇപ്പോഴും അവന്റെ കുഞ്ഞുമുഖം ഓർമ്മ വന്നു. എന്റെ പൊന്നുമോൻ, എന്റെ ആനന്ദത്തിന്റെ ഒരേയൊരു ഉറവിടം. അവനിപ്പോ 20 വയസ്സായി. പക്ഷേ കണ്ടാൽ കെട്ടിക്കാനായ പോലെയാണ് അവന്റെ ലുക്ക്. ആ വീതിയുള്ള നെഞ്ചും മസിലുള്ള കൈകളും കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. നീ കേൾക്കുന്നുണ്ടോ ദേവിക? അഞ്ജലി ചോദിച്ചു. പറ. മാളവികയുടെ കൂടെ ഇടക്ക് ഇവിടെ വരുന്ന റിയ എന്നൊരു കൊച്ചുണ്ടേ. എന്ന മുടിഞ്ഞ ഗ്ലാമറായിരുന്നൂന്നറിയോ ആ കൊച്ച്? അവൾ ഈ 2 വർഷത്തിൽ ആരെയും പ്രൊപ്പോസ് ചെയ്തിട്ടില്ല. പക്ഷേ അർജുനെ പ്രൊപ്പോസ് ചെയ്തിട്ടും അവൻ അക്സെപ്റ്റ് ചെയ്തില്ലത്രേ. അപ്പോ എന്തോ കാരണം കാണുമല്ലോ. അവൻ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അതുപോട്ടെ, നീ ഇന്നാള് പറഞ്ഞ കഥ ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ കണ്ണടച്ചുകൊണ്ട് പതിവ് മോഡിലേക്ക് മാറാൻ ശ്രമിച്ചു. എന്തിനാടി ഞാനീ പറയുന്ന അവിഹിത കഥയും കേട്ട് വെറുതെ ഓരോന്നൊക്കെ വിചാരിച്ചു കിടക്കുന്നേ? അഞ്ജലി ചോദിച്ചത് മനസ്സിലാകാതെ ഞാൻ അവളോട് ചോദിച്ചു. എന്താ നീ പറയുന്നേ? ഏട്ടി, വെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് വേണം നെയ്തപ്പി നടക്കാൻ. വെണ്ണയോ? അല്ല, മണ്ണെണ്ണ. ഒന്ന് പോടി ഡാഷേ. അവൾ എന്നെപ്പോലെ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു എന്ന് ഞാൻ കരുതി. ഒന്ന് തെളിച്ചു പറയടി മോളെ, ഞാൻ ആവശ്യപ്പെട്ടു. അപ്പുറത്തെ റൂമിൽ ഒരുത്തൻ കിടപ്പില്ലേ? എല്ലാം തികഞ്ഞവൻ. നിനക്ക് അവനെ ഒന്ന് കൊതിപ്പിച്ചൂടെ? അപ്പോ നിന്റെ ഈ ദാഹത്തിനൊരാശ്വാസം കിട്ടും. അവളുടെ വാക്കുകൾ കേട്ട് ഞാൻ ഒരു നിമിഷം ശ്വാസം നിലച്ച പോലെ കിടന്നു. നീ ആരുടെ കാര്യമായി പറയുന്നത് അഞ്ജലി? എന്റെ ശബ്ദം വിറച്ചു. ഒന്നും അറിയാത്ത പോലെ. നേരെ ചൊവ്വേ പറയടി. അല്ലാതെ എങ്ങനെയാ? നിന്റെ അർജുന്റെ കാര്യമാ ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു നിമിഷം ഭൂമി പിളരുന്ന പോലെ ആയിപ്പോയി. അഞ്ജലി, നീ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ നെഞ്ച് പതിവിലും ഇരട്ടിയായി മിടിച്ചു തുടങ്ങി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി എനിക്ക്. എന്താടി? അർജുൻ എന്റെ മോനാ. എന്റെ മനസ്സിൽ വാത്സല്യം കൊണ്ടു നിറഞ്ഞു തുളുമ്പേണ്ട സ്ഥാനത്ത് അവൾ ആ വാക്കുകൾ പറഞ്ഞപ്പോൾ എന്നിൽ പാപം നൽകുന്ന നിർവൃതി എങ്ങുനിന്നോ ഇരച്ചെത്തി. അതിനെന്താ, അവനാണല്ലേ? അഞ്ജലി കൂസലില്ലാതെ പറഞ്ഞു. ഏട്ടി, പറഞ്ഞു നീ. വിക്കി പറയുമ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഉള്ളിലെ ആഗ്രഹം പുറത്തായതിന്റെ ജാള്യതയോ അതോ പാപബോധമോ എന്നെനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇതൊന്നും ലോകത്ത് പതിവില്ലാത്ത കാര്യമല്ലല്ലോ. അവനും സുഖം, നിനക്കും സുഖം. എനിക്ക് പക്ഷേ അതിനുത്തരം പറയാൻ കഴിഞ്ഞില്ല. അല്പനേരത്തെ മൗനത്തിനുശേഷം ഞാൻ അഞ്ജലിയോട് എന്തോ ഒരു ഓർമ്മയിൽ ചോദിച്ചുപോയി. നീയാണെങ്കിൽ ചെയ്യുമോ? എനിക്ക് മോനില്ലല്ലോ, നിനക്ക് മോളല്ലേ ഉള്ളൂ. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമോ? ഞാൻ ഉറപ്പായിട്ടും ഒരു കൈ നോക്കിയേനെ. അതും അർജുന്റെ പോലത്തെ ഒരു കാളക്കുട്ടനെങ്കിൽ തീർച്ചയായും. ഞാൻ ഇന്നാള് നിന്നെ ബാങ്കിൽ നിന്ന് അവൻ കാറും കൊണ്ട് വിളിക്കാൻ വരുമ്പോ കണ്ടല്ലോ. ഓരോ തവണ കാണുമ്പോഴും ചെക്കൻ കൂടുതൽ മൊഞ്ചനായി വരുവാ. എന്നാ ലുക്കാടി അവന്. ആ മസിലൊക്കെ കണ്ടാൽ ഏത് പെണ്ണാണൊന്ന് കൊതിക്കാത്തത്? അഞ്ജലി വാചാലയായി. ഇങ്ങനത്തെ തെമ്മാടിത്തരം പറയാനാണെങ്കിൽ ഞാനില്ല. ഞാൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യാനൊരുങ്ങി. ഒരുമാതിരി അവളുടെ നാക്കിന് എല്ലില്ല എന്ന സത്യം എനിക്കറിയാമെങ്കിലും ഇത്ര ക്രൂരമായിട്ട് അവൾ എന്റെ മുഖത്തുനോക്കി പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. വെക്കല്ലേടി സുന്ദരിക്കോതേ, ഞാൻ അവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നീ ചോദിച്ചു നോക്ക്. അവനും ചിലപ്പോ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. നിന്റെ ഫ്രണ്ട്ഷിപ്പ് അതോടെ ഞാൻ കട്ട് ചെയ്യും. എനിക്ക് പെരുവിരലിൽ നിന്ന് ദേഷ്യം അരിച്ചു കയറുന്നുണ്ടായിരുന്നു. ഉള്ള മൂടും പോയി കിട്ടി. എനിക്കോ? നീ ചോദിച്ചാൽ തരില്ല. നിന്റെ മോനെ ഓർത്ത് ഞാൻ കിനാവ് കണ്ടാൽ എന്താണിപ്പോൾ കുഴപ്പം? പിന്നെ നിന്റെ വിഷമം കണ്ടിട്ട് നീയെങ്കിലും സുഖിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതല്ലേ? അവൾ എന്നെ മയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാലും അഞ്ജലി, നിനക്കിതെന്നോട് എങ്ങനെ പറയാൻ തോന്നി? നീ ഇത് ആർക്കുവേണ്ടിയാണ് ജീവിക്കുന്നത് ദേവിക? എന്റെ അർജുൻ മോനുവേണ്ടി. എന്റെ ജന്മം തീരും വരെ അവനുവേണ്ടി. അവന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അമ്മയുമാവാൻ മാത്രമേ ഞാൻ കൊതിച്ചിട്ടുള്ളൂ. ഞാൻ കണ്ണീരോടെ ഓർത്തു. അവൻ നാളെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുപോയാൽ നീ വീണ്ടും തനിച്ചാകില്ലേ? അവൾ ചോദിച്ച ചോദ്യം എന്റെ നെഞ്ചിൽ കൊണ്ടു. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? മക്കൾ കല്യാണം കഴിച്ച് അവരെ സന്തോഷമായിട്ട് കാണാനല്ലേ ഏതമ്മയും ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഇത്രയും നാളായി നിന്റെ സുന്ദരക്കുട്ടൻ എന്തുകൊണ്ടാ അവന് വന്ന ലവ് ലെറ്ററൊന്നും നിന്നെ കാണിക്കാത്തെ? ലവ് ലെറ്ററോ? പ്രാണൻ പിടയുന്ന ഞെട്ടലിൽ എന്റെ ഉള്ള് നീറാനായി തുടങ്ങുകയായിരുന്നു. അതെ, എന്റെ മാളവികയാ പറഞ്ഞേ. അവൻ ഈ 2 കൊല്ലം കൊണ്ട് ഒത്തിരി ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടത്രേ. കോളേജിലെ പല പെൺകുട്ടികളും അവനെ ഓർത്ത് സ്വപ്നം കണ്ട് ഉറങ്ങാറുണ്ട് പോലും. അവളത് പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്റെ നെഞ്ച് തീ പോലെ കത്തുന്നുണ്ടായിരുന്നു. എന്തിനാണ് എനിക്കിത്ര പൊസസീവ്നെസ്? നീയും മാളവികയും ഇതൊക്കെ വീട്ടിൽ സാധാരണ കാര്യം പോലെ പറയാറുണ്ടല്ലേ? അപ്പെന്ത്? ഞാനും അവളും നല്ല ഫ്രണ്ട്സാണ്.
അങ്ങനെയാവണം അമ്മയും മക്കളും തമ്മിൽ. ഞാൻ വെക്കുവാ. എനിക്കിതൊന്നും കേൾക്കണ്ട. എന്റെ മനസ്സിലേക്ക് വേണ്ടാത്തതൊക്കെ കേറുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം ഫോൺ വെക്കാൻ നോക്കി. ശരി ശരി, പിന്നെ അടുത്താഴ്ച മാളവിക മോളുടെ പിറന്നാളാണ്. നീ അവനെയും കൂട്ടിവേണം വരാൻ കേട്ടോ. നമുക്ക് 2 അടിക്കുകയും ചെയ്യാലോ. അയ്യോ, രാത്രിയിലോ? അതിനെന്താ, നിനക്കിവിടെ കിടക്കാലോ. ഉദ്ദേശം മനസ്സിലായി. അത് നടക്കില്ല മോളെ. അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചേരി. ഞാൻ ഫോൺ കട്ടെയ്തുകൊണ്ട് ലൈറ്റ് അണച്ചു. പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അഞ്ജലി പറഞ്ഞതോർത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം മനസ്സിൽ. അർജുന്റെ പോലത്തെ ഒരു കാളക്കുട്ടനെങ്കിൽ തീർച്ചയായും. എന്നാ പൊളിയാടി അവൻ. അവളുടെ ആ വാക്കുകൾ എന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എനിക്ക് ആകെ ഒരു വല്ലായ്മയായി. പതിവില്ലാത്തത് അല്ലായിരിക്കാം, എന്നാലും അർജുൻ. അവനെന്റെ സ്വന്തം ചോര അല്ലായിരിക്കാം. അവന്റെ അമ്മയുടെ മുഖം എന്റെ മനസ്സിൽ ഒന്ന് മിന്നിമാഞ്ഞു. ഇല്ല, അവളല്ല, ഞാൻ തന്നെയാണ് അവന്റെ അമ്മ. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എന്നാലും എന്റെ പൊന്നുമോനല്ലേ, അങ്ങനെ ആലോചിക്കാമോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അവനും ഞാനും കൂടെ എന്തൊക്കെയോ ആലോചിച്ച് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ആ രാത്രി ഞാൻ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. ഒരു മലയടിവാരത്തിൽ ഒരു വിന്റേജ് ഹോം. ചുറ്റും കുറേ മരങ്ങളുണ്ട്. മഞ്ഞ് പതിയെ പതിയെ മേൽക്കൂരയിലും മണ്ണിലുമായി പൊഴിക്കുന്നുണ്ട്. മുറ്റത്ത് ഭംഗിയുള്ള പൂന്തോട്ടം. വീട് പാശ്ചാത്യ രീതിയിലാണ്. വെളുത്തൊരു ബെഡ്. റോസാപ്പൂക്കൾ വിതറിയ ആ ബെഡിൽ ഞാൻ മലർന്നു കിടക്കുമ്പോൾ പൂർണ്ണനഗ്നയായ എന്നെ നോക്കി ഒരു സുന്ദരക്കുട്ടൻ എന്റെ അടുത്തു വന്നു. അവന്റെ മുഖം വ്യക്തമായിരുന്നില്ല, പക്ഷെ ആ തടിച്ച മാറും നീളൻ കൈകളും എന്റെ അർജുന്റേതായിരുന്നു. എന്നെ അവൻ വരിഞ്ഞുമുറുക്കി ഒരു താളത്തിൽ എന്റെ മേൽ. പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണർന്നു. എന്റെ ശരീരം വിയർത്തുകുളിച്ചിരുന്നു. കാലുകൾക്കിടയിൽ വല്ലാത്തൊരു മിടിപ്പ്. പട്ടാപകൽ എനിക്ക് എന്തൊക്കെയോ വേണമെന്ന് തോന്നിപ്പോയി. ശരിക്കും പ്രായത്തിന്റെ മൂത്തുപോയ ആഗ്രഹം തന്നെ. പിറ്റേന്ന് ഓഫീസിൽ വെച്ച് ചായ കുടിക്കാൻ നേരം അഞ്ജലി എന്റെ അടുത്തേക്ക് വന്നു. ഒരു മിനിറ്റ് ദേവിക, എന്താടി ഇന്ന് നിന്റെ സുന്ദരക്കുട്ടൻ ബൈക്കിലല്ലോ നിന്നെ കൊണ്ടുവന്നത്? എന്തു പറ്റിയവന്? എന്തു പറ്റാൻ? ഞാൻ ബസ്സിലാ വന്നേ. എനിക്കെന്തോ പോലെ തോന്നുന്നു. എല്ലാത്തിനും കാരണം നീയാ. അവൾ ചിരിച്ചു. ഞാനോ? ഞാൻ എന്തു ചെയ്തു? എന്റെ അർജുൻ മോനെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ ഇന്നലെ നീ പറഞ്ഞു തന്നിട്ട് ഇപ്പോൾ എനിക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പോലും വല്ലാത്ത ചമ്മലാണ്. ഞാൻ സത്യം തുറന്നു പറഞ്ഞു. അതിന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ അത് എത്ര സീരിയസ് ആയിട്ടാണോ എടുത്തത്? ഇതാണോ തമാശ? കണ്ണടച്ചാൽ എനിക്കെന്താ കാണുന്നേന്നറിയാമോ? ഒന്നുമില്ല, ചുമ്മാ പറ ദേവികേ. വേണോ? പറയാം. ഞാൻ ഇന്നലെ അത് ഓർത്തു കിടന്നതുകൊണ്ടാകണം ഇങ്ങനത്തെ നശിച്ച സ്വപ്നം കണ്ടത്. എന്തു സ്വപ്നമാ? ഹോട്ടാണോ? അവൾ കണ്ണിറുക്കി ചോദിച്ചു. ദേ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട അഞ്ജലി. ഇതെന്തു കൂത്താണ്? എന്നിട്ടും ഞാൻ ആ സ്വപ്നം അവളോട് പറഞ്ഞു. സ്വപ്നത്തിലെ ആ വിന്റേജ് വീടും ആ കിടക്കയും എന്നെ പുണർന്ന ആ രൂപവും. ഇത്രയും ഫാന്റസിയൊക്കെ നിനക്കുണ്ടോ മോളെ? അവൾ അത്ഭുതപ്പെട്ടു. പോടി, എനിക്കെന്തോ പോലെ തോന്നുന്നു. ഇത് നല്ല രസമല്ലേ? കേട്ടിട്ട് തന്നെ കുളിരു കോരുന്ന പോലെയുണ്ടടി. അഞ്ജലിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ എന്റെ മടക്ക് വീണ വയറിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഒരു നുള്ളു തന്നു. എനിക്കും ശരിക്കും മനസ്സിൽ മോഹങ്ങൾ സുനാമി പോലെ ആഞ്ഞടിക്കുന്നതായി തോന്നി. എന്റെ പ്രായത്തെ തോൽപ്പിക്കുന്ന പോലെ കാമം എന്നെ പൂർണ്ണമായും കീഴടക്കി എന്ന് വേണം പറയാൻ. അതാ ഞാൻ നിന്നോട് രാവിലെ വന്നതും പറയാനേ. എനിക്കറിയാം ആ സുന്ദരക്കുട്ടൻ ആരാണെന്ന്. അഞ്ജലി കണ്ണിറുക്കി. പെട്ടെന്ന് ദേവിക എന്ന് വിളിച്ച് രാമനാഥൻ സാർ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം ആ സാറിനെ കാണാൻ വേണ്ടി ചെന്നു. കഴിഞ്ഞ മാസത്തെ സിവിൽ കേസ് ലിസ്റ്റെല്ലാം അങ്ങേര് ചോദിച്ചിരുന്നു. അതെല്ലാം ഞാൻ പ്രിന്റ് എടുത്തു കൊടുക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് മാളവിക എനിക്ക് ടാറ്റൂ ഷോപ്പ് ലൊക്കേഷൻ അയച്ചു തന്നു. അത് പ്രകാരം ടാറ്റൂ അടിക്കാൻ വേണ്ടി ഞാൻ കാറിൽ തന്നെ വൈകിട്ട് ടൗണിലേക്ക് ഇറങ്ങി. പക്ഷേ അഞ്ജലിയോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ വീണ്ടും കളിയാക്കി. ഏതാണ്ട് 7 മണിയായപ്പോൾ എന്റെ കാർ വീട്ടിലേക്കെത്തിച്ചേർന്നു. ഇരുനിലയുള്ള വീട്ടുമുറ്റത്തെ അധികം ഉയരമില്ലാത്ത മൂവാണ്ടൻ മാവിൽ മാങ്ങ പഴുത്തു വിളഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. താഴെ വീണ 2 ഞാനെടുത്ത് മൂളിപ്പാട്ടും പാടി വീട് തുറന്ന് അകത്തേക്ക് കയറി. ബാഗും താക്കോലുമൊക്കെ സോഫയിലേക്കിട്ടുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്ന് കുളിച്ചു. നല്ല ചൂടുള്ള ദിവസമായിരുന്നല്ലോ അന്ന്. കുളി കഴിഞ്ഞുവന്ന് ആ സുതാര്യമായ സ്ലീവ്ലെസ് നൈറ്റിയും ധരിച്ച് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. കാപ്പിയിട്ടു കുടിച്ചു. വാഷിംഗ് മെഷീനിൽ തുണി അലക്കലും വീടടിച്ചുവാരലും കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായി. അരി പിന്നീട് അടുപ്പത്തിടാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ TV കാണാനിരുന്നു. അന്നേരമാണ് അഞ്ജലി പറഞ്ഞത്. നേരോ എന്നറിയാൻ വേണ്ടി അർജുന്റെ ബെഡ്റൂമിലൊന്ന് കയറാൻ എനിക്ക് തോന്നിയത്. അവൻ ഹോസ്റ്റലിൽ നിൽക്കാത്തത് ഭാഗ്യം. അവന്റെ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. TV വോളിയം മ്യൂട്ട് ചെയ്ത് പൂച്ചയെപ്പോലെ കാലിലെ സ്വർണ്ണക്കുലുസ് ശബ്ദിക്കാതെ ഞാൻ അകത്ത് കടന്നു. അവന്റെ മുറിയൊന്ന് അരിച്ചുപെറുക്കിയതും പുസ്തകങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച സാധനം എന്റെ കണ്ണിൽപ്പെട്ടു. അഞ്ജലി പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു. കിടിലം തന്നെ. എന്തോരം പെൺകുട്ടികളാണ് അവന് ലവ് ലെറ്റർ എഴുതിക്കൊടുത്തു വെച്ചേക്കുന്നേ. അല്ല, ഇതൊന്നും അവൻ എന്തേ എന്നോട് പറയാത്തെ? മറ്റെല്ലാ കാര്യവും അവന് പറയാൻ വലിയ ഉത്സാഹമുണ്ടല്ലോ. ഞാൻ ഓരോ ലെറ്ററും ചുമ്മാ വായിച്ചു നോക്കി. അതിൽ
റിയ എന്ന കുട്ടി എഴുതിയ വരികൾ വായിച്ചപ്പോൾ എന്റെ നെഞ്ചിൽ ഒരു കൊളുത്തിവലിക്കുന്ന വേദന തോന്നി. അവനെ വർണ്ണിച്ചുകൊണ്ടുള്ള വരികൾ, അവന്റെ ചിരി, അവന്റെ ആകാരവടിവ്, എല്ലാം അവൾ വർണ്ണിച്ചിരിക്കുന്നു. എന്റെ മകനെ മറ്റൊരാൾ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്നേരം ടേബിളിൽ വെച്ചിരുന്ന എന്റെ ഫോൺ ഒന്നു മൂളിയതും ഞാൻ ഓടിച്ചെന്നെടുത്തു. അർജുൻ മോനായിരുന്നു വിളിക്കുന്നത്. അമ്മേ, ഞാനിച്ചിരി വൈകുമിന്ന്. ടൗണിലൊന്നു പോണം. രാഹുൽ കൂടെയുണ്ട്. അവനെന്തോ ഡ്രസ്സോ മറ്റോ വാങ്ങണം. ഞാൻ സെലക്ട് ചെയ്യണം അവന്. അവൻ പറഞ്ഞു. ശരി മോനെ, സൂക്ഷിച്ചു പോണം കേട്ടോ. ഞാൻ വാത്സല്യത്തോടെ പറഞ്ഞു. പിന്നെ ഡിന്നറൊന്നുണ്ടാക്കണ്ടട്ടോ അമ്മേ. ഞാൻ വരുമ്പോൾ അമ്മയ്ക്കിഷ്ടമുള്ള മലബാർ ബിരിയാണി വാങ്ങിയേച്ചും വരാം. ശരി, വേഗം വരണേ. ഫോൺ വെച്ച ശേഷം ഞാൻ പതിയെ പുറത്തുവന്ന് സോഫയിൽ ചെരിഞ്ഞുകിടന്നു. ടിവിയിൽ ചുമ്മാ ഓരോ ചാനൽ മാറ്റിക്കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് വസീകര എന്ന ആ പ്രണയഗാനം ടിവിയിൽ വന്നത്. ആ പാട്ട് കണ്ടപ്പോൾ ഞാൻ അറിയാതെ എന്റെ മനസ്സിൽ ഭാവനകൾ ഉണരാൻ തുടങ്ങി. മാധവനും റീമാസിനും തമ്മിലുള്ള ആ റൊമാന്റിക് രംഗങ്ങൾ കാണുമ്പോൾ മാധവന്റെ സ്ഥാനത്ത് എന്റെ അർജുനെയും റീമയുടെ സ്ഥാനത്ത് എന്നെ തന്നെയും ഞാൻ കണ്ടുപോയി. എന്റെ കൈകൾ പതിയെ പതിയെ ഇഴഞ്ഞ് എന്റെ കഴുത്തിൽ ഒന്നമർന്നു. സുഖമുള്ള ഒരു നോവ് എന്നെ കീഴടക്കുന്ന പോലെ എനിക്ക് തോന്നി. കണ്ണുകൾ പതിയെ അടഞ്ഞുവരുന്ന പോലെ, ദേഹം ചൂടുകൊണ്ട് വിയർക്കുന്ന പോലെ. കണ്ണടച്ചാൽ ഞാനും അർജുനുമായിരുന്നു എന്റെ മനസ്സിൽ. എന്റെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന അവന്റെ കൈകൾ, എന്റെ കാതിൽ മുഴങ്ങുന്ന അവന്റെ ശ്വാസം. ഞാൻ അറിയാതെയാണെങ്കിലും ആ ഓർമ്മയിൽ അവനുമൊത്തുള്ള രതിമുഹൂർത്ത സങ്കല്പത്തിൽ ഞാൻ പൂർണ്ണമായും മുഴുകി. പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. എന്താണ് ഞാനീ കാണിച്ചിരിക്കുന്നതെന്നോർത്തപ്പോൾ എനിക്ക് കുറ്റബോധം കൊണ്ട് നെഞ്ചുപിടഞ്ഞു. പെറ്റമ്മയല്ലെങ്കിലും ഞാൻ അവനെ മുലയൂട്ടി വളർത്തിയതല്ലേ. സോഫയിൽ കിടന്നുകൊണ്ട് ഞാൻ അഞ്ജലിയെ വിളിക്കണോ വേണ്ടയോ എന്നോർത്തപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. ഞാൻ എന്റെ തലയിണയിൽ മുഖമമർത്തി തേങ്ങി. അല്പനേരം കഴിഞ്ഞതും അർജുന്റെ ബുള്ളറ്റ് വീടിന്റെ മുന്നിലേക്ക് ഇരമ്പിയെത്തി. ഞാൻ വേഗം കണ്ണുനീർ തുടച്ച് മുഖം സാധാരണ പോലെയാക്കി. വാതിൽ തുറന്നപ്പോൾ എന്റെ അർജുൻ മോൻ എനിക്കിഷ്ടമുള്ള ബിരിയാണി പാഴ്സലുമായി നിൽക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പക്ഷേ എന്റെ മുഖത്തൊരു സന്തോഷം നിഴലിച്ചില്ല. കുറ്റബോധം എന്നെ വല്ലാതെ വേട്ടയാടുകയായിരുന്നു. അവൻ ഫ്രഷായി വന്ന് ഞങ്ങൾ ഒന്നിച്ച് ബിരിയാണി കഴിക്കാനിരുന്നു. അവന്റെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോഴും എന്റെ നെറ്റി വിയർക്കുന്നുണ്ടായിരുന്നു. എന്റെ കൈകൾ വിറയ്ക്കുന്നത് അവൻ കാണാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. കഴിച്ച ശേഷം അവൻ കൈ കഴുകി വന്ന് എന്റെയൊപ്പം സോഫയിൽ ചേർന്നിരുന്നു. ഞങ്ങൾ ടിവി കാണാൻ തുടങ്ങി. അവൻ എന്റെ വളരെ അടുത്താണിരിക്കുന്നത്. ഞാൻ അറിയാതെ അവന്റെ തോളിലേക്ക് എന്റെ തല ചായ്ച്ചു. വെളുത്ത സുന്ദരമായ നീളൻ നഖങ്ങളുള്ള എന്റെ കൈകൾ അവന്റെ കൈകളുമായി കോർത്തുപിടിച്ചു. എനിക്ക് പെട്ടെന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. അവനോട് മാപ്പ് ചോദിക്കണമെന്നും തോന്നി. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല എന്ന് മനസ്സിൽ ആരോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അർജുൻ എന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് എന്റെ സ്ലീവ്ലെസ് നൈറ്റിയുടെ അറ്റം വിരലുകൾ കൊണ്ട് ഞെരടിക്കൊണ്ട് ടിവിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവനത് വളരെ സ്വാഭാവികമായി ഒരു മകൻ അമ്മയെ ചേർത്തുപിടിക്കുന്ന വാത്സല്യത്തോടെയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നില്ല. നിഷിദ്ധമായ വികാരം എന്നിൽ ആളിക്കെത്തുകയായിരുന്നു. തെറ്റാണെന്ന് തോന്നുമ്പോൾ പോലും എന്റെ അർജുനിൽ ചേർന്ന് ഇങ്ങനെയിരിക്കുമ്പോൾ അവന്റെ ആൺവിയർപ്പിന്റെ മണം എന്റെ നെഞ്ചിടിപ്പുമായി ലയിക്കുകയായിരുന്നു. ഒപ്പം അവന്റെ വിരലുകളുടെ ഓരോ സ്പർശനവും എന്നെ വല്ലാതെയാക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നാളും കൊതിച്ച പുരുഷൻ, എന്റെ സ്വപ്നങ്ങളിലെ കാമുകൻ, അവനൊരു മുഖമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തല ഉയർത്തിക്കൊണ്ട് അവനെ നോക്കുമ്പോൾ ഇരുവശവും വെട്ടിയൊതുക്കിയ മുടിയും കറുത്ത പിരികവും ഇരുനിറമുള്ള അവന്റെ വിശാലമായ ശരീരവും കാണുമ്പോൾ ഇതെന്ത് ശാപമാണ്? ഒരമ്മയ്ക്കിങ്ങനെ തോന്നുമോ? ഇല്ല. ഞാൻ അവന്റെ പെറ്റമ്മ അല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അവനെ പ്രസവിച്ച അമ്മ വേറൊരാളല്ലേ, അതെനിക്ക് മാത്രമേ അറിയൂ. പക്ഷേ എത്ര അകറ്റാൻ ശ്രമിച്ചാലും അവൻ എന്റെ മോനല്ലേ. അവനോട് ചോദിച്ചാലോ തന്നെ അവൻ എങ്ങനെയാണ് കാണുന്നതെന്ന്? ഒരുപക്ഷെ മറ്റു പെൺകുട്ടികളോട് അടുപ്പം കാണിക്കാതിരിക്കാനുള്ള കാരണം ഞാനായിരിക്കുമെങ്കിൽ. അങ്ങനെയാകുമോ? ഹൃദയം നിഷിദ്ധ പ്രണയത്തിന്റെ അഭിനിവേശത്തിൽ ഇരട്ടിയായി മിടിക്കുമ്പോൾ ഞാൻ അർജുന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വിടർന്നു. ആ നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ കഥയുടെ ബാക്കി നമ്മുടെ ടെലഗ്രാം ചാനലിലിടുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.